ഹായ്, ഇന്ന് ഓണത്തിൻ്റെ ഡേ 2, അതായത് ചിത്തിരയാണ് വരുന്നത്. നമ്മളിന്ന് അത്തത്തറി ഒരുക്കിയിട്ടാണ് പൂവിടുന്നത്. അപ്പോൾ അതിന് മേലെ നമ്മൾ കുറച്ച് ചാണകമൊക്കെ മെഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൂക്കൾ പറിക്കാനായിട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അശോക ചക്കിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറിച്ചത് ഈ ഒരു വെള്ളപ്പൂവും പേരോടൊക്കെ ആയിരുന്നു. വയലിൽ പോയപ്പോൾ ഒത്തിരി മഞ്ഞപ്പൂക്കൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മൾ പറിച്ചിട്ടുണ്ട്. പിന്നെ തുമ്പപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒത്തിരി ഉണ്ടായിട്ടുണ്ട് തുമ്പപ്പൂ. കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കിട്ടിയ പൂക്കൾ ഇതൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് പൂ എങ്ങനെ ഇടുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ മുക്കുറ്റിയും തുമ്പയും കൂടി ഒന്നിച്ചാണ് നടുക്ക് വയ്ക്കുന്നത്. ഇന്നലെ നമ്മൾ തുളസി കതിരായിരുന്നു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഈ ഒരു പേഗോഡ പൂവും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വെച്ചത് ഈ ഒരു വയലറ്റ് പൂവാണ്. നമ്മൾ റൗണ്ടായിട്ട് ഇട്ടപ്പോൾ അത് എത്തിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് റൗണ്ടാക്കി അതിന് ചുറ്റും ആമ്പൽപ്പൂ ഇതളുകളാക്കിയിട്ട് ഒരു പടവിൽ 2 ഇതൾ എന്നുള്ള വിധത്തിൽ നമ്മൾ റൗണ്ടാക്കി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റും ഓറഞ്ച് കോസ്മസ് പൂവും കൂടി വെച്ചപ്പം നല്ലൊരു കളർ കോമ്പിനേഷനും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ റൗണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ ഇടുന്നത് കോളാമ്പി പൂവാണ്. അപ്പോൾ അത് ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ല ഗ്യാപ്പില്ലാതെ തന്നെ മാക്സിമം ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ രാവിലെ വയലിൽ നിന്ന് പറിച്ച ആ ഒരു മഞ്ഞപ്പൂവും കൂടി ആ ഒരു കോളാമ്പി പൂയുടെ ഗ്യാപ്പിൽ വെച്ചിട്ട് നമ്മൾ ഫില്ലായി കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ അശോക ചക്കയാണ് റൗണ്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ അത്തം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അത്തം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.